തെലുങ്ക് നടൻ വിജയ് ദേവരക്കൊണ്ട ഇഡി ഓഫീസിൽ ഹാജരായി. അനധികൃത വാതുവെപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് നടൻ ഹാജരായത്. അനധികൃത ഓൺലൈൻ വാതുവെപ്പ് പ്ലാറ്റ്ഫോമുകളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി നടൻ വിജയ് ദേവരക്കൊണ്ട ഇഡി ഓഫീസിൽ ഹാജരായി. ഹൈദരാബാദിലെ ബഷീർബാഗിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് നടൻ ഹാജരായത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏജൻസി സമൻസ് അയച്ച 29 വ്യക്തികളിൽ ഒരാളാണ് വിജയ് ദേവരക്കൊണ്ട. കേസിൽ മുമ്പ് ചോദ്യം ചെയ്യപ്പെട്ട മറ്റുള്ളവരിൽ നിന്നുമുള്ള ലഭ്യമായ വിവരങ്ങളും സത്യവാങ്മൂലങ്ങളും അദ്ദേഹത്തിന്റെ മൊഴികൾ തമ്മിൽ താരതമ്യം ചെയ്യുമെന്ന് ഇഡി വൃത്തങ്ങൾ അറിയിച്ചു. സമാന കേസുമായി ബന്ധപ്പെട്ട് നടൻ പ്രകാശ് രാജും ഇഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. 2016 പരസ്യത്തിൽ അഭിനയിച്ചതിന് നടനെതിരെ കേസെടുത്തത്. ബെറ്റിംഗ് ആപ്പ് കമ്പനിയുമായുള്ള കരാർ അവസാനിച്ചുവെന്നും 2017 ശേഷം ഗെയിം ആപ്ലിക്കേഷനുകൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രകാശ് രാജിന് പുറമെ റാണ ദുഗുപതി, മഞ്ജുലക്ഷ്മി എന്നിവരെയും ഇഡി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും രജിസ്റ്റർ ചെയ്ത നിരവധി എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. അഭിനേതാക്കൾ, യൂട്യൂബർമാർ, സോഷ്യൽ മീഡിയ വ്യക്തികൾ എന്നിവരുൾപ്പെടെ നിരവധി വ്യക്തികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.